ആളുകളുടെ വിചാരം എനിക്ക് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയപ്പോൾ എനിക്കെന്തോ ഒരു PR ടീം ഉണ്ടെന്നാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എൻ്റെ പേജ് ചെയ്യരുത്. എനിക്ക് ഒറിജിനലായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ട് മതി. ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുമ്പോൾ ഓടി വന്നിട്ട് കുഞ്ഞു മക്കൾ ശൈല ടീച്ചറല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ ട്രെയിനിലൊക്കെ കാണുമ്പോൾ പലരും വന്നിട്ട് ടീച്ചർ പാർട്ടിയൊന്നുമല്ല, എന്നാലും ടീച്ചറോട് ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. കല്യാണ വീട്ടിലൊക്കെ പോയാൽ എല്ലാവരും കൂടി വന്ന് ഫോട്ടോ എടുക്കും. അപ്പോൾ ഇതിലേതാണ് നല്ലയാൾ ചീത്തയാൾ നോക്കിയിട്ട് എനിക്ക് നിങ്ങൾ മാറിക്ക് ഇവരെടുക്കട്ടെ എന്ന് പറയാൻ പറ്റുമല്ലോ. ടീച്ചർ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ടീച്ചറെ കൂടെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ടീച്ചർ വൈകിപ്പോയി. ഒരു അരമണിക്കൂർ മാത്രമേ വിശ്രമിച്ചുള്ളൂ. അരമണിക്കൂർ സാധാരണ ഒരു ദിവസം വിശ്രമം കിട്ടാറില്ല. ഇന്ന് കുറച്ചൊരു സാവകാശം കിട്ടിയപ്പോൾ ഇന്നൊരു അരമണിക്കൂർ വിശ്രമം എന്നല്ല, കുറച്ച് ഫോൺ ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ നിന്നതായിരുന്നു. സാധാരണ ഉച്ചക്ക് 12 മണി പറഞ്ഞാലും എത്തുമ്പോൾ 1:30-2 മണിയാവും. ഭക്ഷണം കഴിച്ച ഉടനെ അടുത്ത പരിപാടിക്ക് പോകും. വടകരയുടെ ഒരു സ്വഭാവം കൊണ്ടാണോ ഓടേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇലക്ഷൻ സാധാരണഗതിയിൽ ഇങ്ങനെ തന്നെയാണ്? ഇപ്പൊ കൂത്തുപറമ്പ് 2 തവണ മത്സരിച്ചു, പേരാവൂര് മത്സരിച്ചു, മട്ടന്നൂർ, അവിടെയൊക്കെ കുറച്ചുകൂടി പാർട്ടി ഗ്രാമങ്ങളും പാർട്ടി ഇടങ്ങളുമാണല്ലോ. അങ്ങനെയാണോ ഇവിടെ? അതുപോലെ തന്നെ വടകരയും. കാരണം വടകരൻ്റെ പല പ്രദേശങ്ങളും, അപ്പോൾ വടകരയിലെ 7 അസംബ്ലി മണ്ഡലം ഉള്ളതിൽ 6ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെയാണ്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പോൾ കൂത്തുപറമ്പ് തലശ്ശേരി ഇതിൻ്റെ കൂടെയുണ്ട്. പിന്നെ അതുകൊണ്ട് വടകരയിലെ ഇലക്ഷനായിട്ട് എനിക്കൊരു വ്യത്യാസം ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഏത് ഇലക്ഷനായാലും ഒരു ദിവസം 10-20 പരിപാടി ഇടും. അപ്പോൾ ഓടേണ്ട സമയം പലപ്പോഴും അതിനകത്ത് കാണില്ല. ടീച്ചർ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അങ്ങനെ എത്ര സമയമായാലും കുഴപ്പമില്ലെന്ന് പറയുമോ? ഓടാൻ തയ്യാറാണ്? അതൊക്കെ ഇലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനത്തിന് നമ്മൾ വിട്ടുകൊടുക്കുക. അല്ലാണ്ട് ഇത്ര പരിപാടി പറ്റുള്ളൂ നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായത്തിന് യാതൊരു. എന്നാലും എനിക്ക് ഇത്ര പരിപാടി ശബ്ദമൊക്കെ പോയി. അങ്ങനെയൊന്നുമില്ല. ശബ്ദം പോയത്, ശബ്ദത്തിനേ കുഴപ്പം പറ്റിയിട്ടുള്ളൂ. അത് പോയത് ഈ പടക്കം പൊട്ടിക്കും ചിലയിടത്ത്, പിന്നെ ഈ പൂത്തിരി കത്തിക്കുക, പിന്നെ പുക, അതെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡസ്റ്റ് അലർജി ആയിട്ട്. ടീച്ചർ ആദ്യമായിട്ട് 96-ലാണ് മത്സരിക്കുന്നത്. ഈ 96 ഇപ്പോൾ 2024-ലെത്തി. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഒരു ന്യൂജൻ എന്ന് പറയുന്ന ട്രെൻഡ് എന്തെങ്കിലും ഉണ്ടോ, പുതിയ മാറ്റങ്ങൾ? തീർച്ചയായിട്ടും. അന്ന് ഈ നവമാധ്യമങ്ങളില്ല. 96-ൽ മത്സരിക്കുമ്പോൾ അന്ന് പൂർണ്ണമായിട്ടും ഇലക്ഷൻ്റെ പോസ്റ്ററും ലഘുലേഖകളും അത് വീട്ടിൽ കൊണ്ടു കൊടുക്കുക, ആളുകൾ വായിക്കുക, പിന്നെ പ്രസംഗിക്കുക, ഇത്രയാണ്. പിന്നെ ആളുകളോട് നേരിട്ടൊരു ഇടപെടൽ അന്ന് കൂടുതലായിരുന്നു. അതെ, നേരിട്ട് അതിപ്പോഴും ഉണ്ട്. പിന്നെ ഇന്ന് കൂടുതലായിട്ട് വന്നത് ഇതേ ഉള്ളൂ. നവമാധ്യമങ്ങൾ വഴി ഇങ്ങനെ പിന്നെ നമുക്ക് കൊടുക്കാൻ അന്നേരം ഒരു ഇലക്ഷൻ്റെ എവിടെയെങ്കിലും ഒരു പരിപാടിക്ക് പങ്കെടുത്താൽ അപ്പം തന്നെ ആ വാർത്ത വെളിയിൽ വരുന്നു. 96-ൽ എങ്ങനെയാന്ന് വെച്ചാൽ പിറ്റന്നത്തെ പത്രം കാണണം, അത് ജനങ്ങൾ അറിയണമെങ്കിൽ. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ലൈവാണ്. അത് ഗുണമാണോ ദോഷമാണോ ശരിക്കും? എനിക്ക് ഗുണം അതിന് ധാരാളം ഉണ്ട്. കാരണം വളരെ പെട്ടെന്ന് ആളുകളിലേക്ക് എത്താനും സംവദിക്കാനും കഴിയും. ദോഷമുള്ളത് ഇതിനെ മാന്യമായി ഉപയോഗിക്കാത്ത ആളുകൾ, വളരെ തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ, വളരെ അപകീർത്തികരമായിട്ടുള്ളതൊക്കെ ചിലപ്പോൾ അഴിച്ചുവിട്ടാൽ കുറച്ച് നേരത്തേക്ക് ആളുകൾ ഇത് ശരിയാണോ എന്ന് തോന്നും. പിന്നെ അതിന് മറുപടി നമ്മൾ പറയുമ്പോഴേ ഇത് തെറ്റായിരുന്നു എന്ന് തോന്നുള്ളൂ. അങ്ങനെ ഒരു ദോഷം ഇതിനുണ്ട്. ടീച്ചർക്ക് ഈ നവമാധ്യമങ്ങളെ വളരെ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ നേരത്തെയും എനിക്ക് ആളുകളുടെ വിചാരം എനിക്ക് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയപ്പോൾ എനിക്കെന്തോ ഒരു PR ടീം ഉണ്ടെന്നാണ്. എനിക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഓഫീസിലുള്ള 2 കുട്ടികൾ അവർ ഇടയ്ക്കിടയ്ക്ക് വാർത്തയെടുത്ത് അത് എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്യും. എൻ്റെ പേജിലാണ്, എൻ്റെ പേജ് ഒറിജിനലാണ്, ഞാനതൊരിക്കലും ബൂസ്റ്റ് ചെയ്യുന്ന പേജല്ല. അതുപോലെ വളരെ പൊളിറ്റിക്കലായിട്ടും വളരെ സാംസ്കാരികമായിട്ടും എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനതിൽ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അതങ്ങനെ ഒരു സെൻസേഷനിലായിട്ട് വികാരം സൃഷ്ടിച്ച് അങ്ങനെ ചെയ്യുന്നൊരു പേജല്ല. പക്ഷേ എൻ്റെ പേജിന് നല്ല ലൈക്ക് ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ പിന്നെ അന്നുള്ള കാര്യങ്ങൾ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ടീച്ചർ സംസാരിക്കുന്നത് കേൾക്കാൻ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരുണ്ട് അല്ലേ? കുറേ ഉണ്ടെന്ന്. ഒരു തർക്കമില്ലാത്ത റീച്ച് എൻ്റെ പേജിനുണ്ടായിരുന്നു. കാരണം ഞാൻ അന്വേഷിച്ച് നോക്കുമ്പം ഇത്രയും റീച്ചുള്ള പല പേജും ബൂസ്റ്റ് ചെയ്ത പേജാണ്, പൈസ കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എൻ്റെ പേജ് ചെയ്യരുത്. എനിക്ക് ഒറിജിനലായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ട് മതി. നമ്മൾ വെറുതെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ കുറേ ആളുകളുണ്ട്. ഞാനിപ്പോൾ ചില കാര്യത്തിൽ അഭിപ്രായമൊക്കെ പറഞ്ഞാൽ നന്നായിട്ടത് വാച്ച് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഈ PR വർക്ക് ചെയ്തതാണെന്നൊരു ആരോപണം അങ്ങനെ ആ സമയത്ത് ഈ പറഞ്ഞ ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഉണ്ടായിരുന്നതാണ്. ഈ ലൈക്ക് കൊണ്ടാണ് ശരിക്കും സംഭവിച്ചത്? ആയിരിക്കും. ഇത്രയും എങ്ങനെയാണ് ഒരു ഇത് വന്നത്, ലൈക്കും ഷെയറും അതുപോലെ തന്നെ വായനയൊക്കെ എങ്ങനെ ഉണ്ടായത് എന്നുള്ളത് കരുതിയിട്ടുണ്ടാവും. പിന്നെ കുറേ അംഗീകാരങ്ങൾ തേടി വന്നല്ലോ. അപ്പം ഞാനെന്തോ ഇങ്ങനെ എന്നെ ബൂസ്റ്റ് ചെയ്തിട്ടാണോ എന്നുള്ളൊരു സംശയം
യഥാർത്ഥത്തിൽ ചെയ്ത ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ ആത്മാർത്ഥത കിട്ടിയ അംഗീകാരമാണ് എല്ലാം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കിടയിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സംശയിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? ഇപ്പൊ ഈ അടുത്ത കാലത്ത് ടീച്ചറുടെ ഒരു മോർഫ് ചെയ്ത പടം എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി വന്നിട്ടുണ്ട്. അതും ഈ സോഷ്യൽ മീഡിയന്റെ ഒരു ദോഷകരമായ. അതെ അതെ അതെ, സോഷ്യൽ മീഡിയയെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയ നല്ല കാര്യത്തിന് ഉതകും. സോഷ്യൽ മീഡിയ ഏറ്റവും മോശമായിട്ട് അധാർമികമായിട്ട് ഉപയോഗപ്പെടുത്താനും സാധിക്കും. അങ്ങനെയാണ് എൻ്റെ എതിരാളികൾ എൻ്റെ ഒരു പടം, ഏതോ ഒരു വൃത്തികെട്ട പടത്തിൽ എൻ്റെ തല ഒട്ടിച്ചിട്ട് മോർഫ് ചെയ്തിട്ട് കൊടുത്തത്. അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കാരണം എന്നെക്കുറിച്ച് അങ്ങനെ ഒരു വൃത്തികേട് പ്രചരിപ്പിച്ച് അവർക്ക് 2 വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ ജനങ്ങളത് മനസ്സിലാക്കണം. തുടക്കത്തിൽ ഞങ്ങൾ ഇനിയും പ്രചരിപ്പിക്കും, ഞങ്ങൾ ഇനിയും പറയുന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും പിന്നീട് അത് പിന്നെ അവരുടെ നേതാക്കളൊക്കെ അത് ഞങ്ങളറിയില്ല, നിഷേധിച്ചു. അതെ അതെ. പക്ഷേ അവരിപ്പോഴും തുടരുന്നുണ്ടത്. പക്ഷെ അങ്ങനെ തുടർന്നിട്ട് കാര്യമില്ല. അത് ഈ നാട്ടിലെ ജനങ്ങൾ അതിന് മറുപടി പറഞ്ഞോളൂ. ഈ ആളുകൾക്കിടയിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു സ്വീകാര്യത ഉണ്ടല്ലോ. ആളുകൾ ഇപ്പോൾ ടീച്ചറെ കാണുമ്പോഴേക്കും കുട്ടികളാണെങ്കിലും അമ്മമാരാണെങ്കിലും ഒക്കെ ഓടി വരുന്നുണ്ട്. ഇത് നവമാധ്യമം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റീച്ച് അല്ലല്ലോ. ഒരിക്കലും അല്ല. കാരണം എനിക്ക് തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ഒരു പരിചയമില്ലാത്ത കുട്ടികളൊക്കെ ഇലക്ഷൻ്റെ വർക്കിനല്ല, ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുമ്പോൾ ഓടി വന്നിട്ട് കുഞ്ഞു മക്കൾ ശൈലജ ടീച്ചറല്ലേ എന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് അത് ആ കോവിഡ് നിപ്പയൊക്കെ വന്നപ്പോൾ അവർ ദിവസവും കാണുന്നത് തന്നെയായിരുന്നു. നിങ്ങൾ ഭയക്കരുത്, ഇവിടെ ആരോഗ്യവകുപ്പ് വളരെ ശക്തമാണ്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ബോൾഡായിട്ട് പറയാൻ സാധിച്ചു. ഞങ്ങൾ അണിയറയിൽ നന്നായി അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയത്. ആരോഗ്യവകുപ്പിനെ സജ്ജമാക്കാൻ അത്ര എളുപ്പമൊന്നുമല്ലല്ലോ. അപ്പോൾ ഓക്സിജൻ പോലും ഭാവിയിലെ ആവശ്യം കണ്ട് പെട്ടെന്ന് പുതുതായി ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കാര്യങ്ങളടക്കം ചെയ്തുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നത് ഒരു ആശ്വാസ വാക്കായിട്ട് അന്ന് ജനത്തിന് തോന്നിയിട്ടുണ്ട് എന്നുള്ളത് പലരും എന്നെ ട്രെയിനിലൊക്കെ കാണുമ്പോൾ പലരും വന്നിട്ട് ടീച്ചർ പാർട്ടിയൊന്നുമല്ല എന്നാലും ടീച്ചറോട് ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നിന്ന് പ്രവർത്തിച്ചു. അങ്ങനെ അപരിചിതരെ കാണുമ്പോൾ ടീച്ചർ പെരുമാറുന്നതും ഒരു പരിചയമുള്ള ആൾക്കാരെ പോലെയാണ് അല്ലേ? അതെ, അവർ വന്ന് പരിചയപ്പെടുമ്പം നമുക്ക് പിന്നെ എല്ലാം പരിചയമുള്ള ആളുകളെ പോലെ തന്നെ. ഞാൻ വിചാരിക്കുന്നത് ഉള്ളിൽ തട്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രവർത്തിച്ചാൽ ആളുകൾ അംഗീകരിക്കും എന്നുള്ളതാണ്. ടീച്ചർ 10-23 വർഷം അധ്യാപികയായിട്ടുണ്ടായിരുന്നല്ലോ. ഈ അധ്യാപികയായിരുന്നതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നുന്നു പൊളിറ്റിക്സിലുണ്ടെന്ന് തോന്നുന്നു. കാരണം സ്ട്രോങ് ആയിട്ട് പറയേണ്ടടുത്ത് ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചർ പോലെ, അത് കഴിഞ്ഞാൽ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നൊരു അധ്യാപിക, ആ ഒരു സ്വഭാവം എനിക്ക് ഇപ്പോൾ നിയമസഭയിലൊക്കെ ആണെങ്കിൽ പെണ്ണിന് എന്താ കുഴപ്പം ചോദിക്കുമ്പോൾ അതിനൊരു കാർക്കശ്യമുണ്ട്. എന്നാൽ ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ അത്തരം ഒരു കാർക്കശ്യമില്ല. നമുക്കെപ്പോഴും ഈ 2 തരം സ്വഭാവം വേണം. ഒരു കുതിരപ്പുറത്തിരുന്ന ആളിൻ്റെ ഒരു ഇതാണ്, കുതിരയുടെ കടിഞ്ഞാൻ ചിലപ്പോൾ അയച്ചു വിടേണ്ടടുത്ത് അയച്ചു വിടണം, കടിഞ്ഞാൻ പിടിക്കേണ്ടടുത്ത് പിടിക്കണം, എങ്കിൽ മാത്രമേ കുതിരയെ മുന്നോട്ട് നടത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഭരണവും. എപ്പോഴും വളരെ ഹാർഷായി കാണുന്നവരോടൊക്കെ ദേഷ്യപ്പെട്ട് പെരുമാറുന്നത് നമ്മൾ കൂടെ നിൽക്കുന്നവരെയൊക്കെ വല്ലാത്ത അരോചകം ഉണ്ടാക്കും. അവരെയെല്ലാം അവർ ചെയ്ത നല്ല കാര്യങ്ങൾ അംഗീകരിക്കുക, അവരെ കൂടെ നിർത്തുക, അവർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കുക. നമ്മൾ കൂടെ നിന്നാലേ വിഷമമുള്ള ഘട്ടത്തിൽ അവർ പ്രവർത്തിക്കുകയുള്ളൂ, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും. അതേ സമയത്ത് എപ്പോഴും ഇങ്ങനെ വെറുതെ ഒരു തമാശ മട്ടിലെടുത്താൽ അതും ശരിയല്ല. കർശനമായി പറയേണ്ട ചില ഘട്ടത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില ആശുപത്രി സന്ദർശന വേളയിലൊക്കെ എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഭരണാധികാരി സ്വീകരിക്കേണ്ട രീതിയാണത്. പാർലമെന്റിൽ പോകുമ്പോൾ സ്ട്രോങ് ആയിട്ട് പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഇതെല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ള എനിക്ക് പാർലമെന്റിൽ ജനങ്ങളൊരു അവസരം തന്നാൽ ജനങ്ങൾക്ക് വേണ്ടി അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. ഈ ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭവം തന്നെയായിരിക്കും ടീച്ചറുടെ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും കരുത്തായിട്ട് ഇപ്പോഴും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ഉള്ളത്? ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയിൽ ഒരുപാട് സമരങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അനുഭവം വളരെ തീക്ഷ്ണമാണ്. അത് പഠിപ്പിച്ച പാഠങ്ങളും വളരെ വലുതാണ്. യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രിയായപ്പോൾ ആ അനുഭവങ്ങളൊക്കെയാണ് എനിക്ക് തുണയായിട്ട് വന്നിട്ടുള്ളത്. ഒരു പ്രശ്നത്തിൻ്റെ മുന്നിൽ പതറിപ്പോകാതെ പിടിച്ചു നിൽക്കുക, തീരുമാനം എടുക്കുക, ശരിയായ തീരുമാനം. ഒരു അഴകുഴമ്പൻ സമീപനം ഒന്നിനും യോജിച്ചതല്ല. ആരെയും കാത്തു നിന്നിട്ട് കാര്യമില്ല. ശരിയായ തീരുമാനം എന്നാൽ അഭിപ്രായം തേടാം. എല്ലാ അഭിപ്രായം തേടിക്കഴിഞ്ഞ് നമ്മൾ തീരുമാനം എടുക്കേണ്ടടുത്ത് നമ്മൾ തന്നെ എടുക്കണം. ഒരു മന്ത്രി തീരുമാനം എടുക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാർക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് അങ്ങനെ ഉചിതമായ തീരുമാനം എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അന്നേരം ഞാൻ എടുക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ഇതാണ് ശരി എന്നങ്ങ് തീരുമാനിക്കുകയാണ്. പക്ഷെ പിന്നീട് പലപ്പോഴും അത് ഏറ്റവും ശരിയായ തീരുമാനങ്ങളായിരുന്നു. ഒരു തീരുമാനം എടുത്തിട്ട് അത് ശരിയാക്കി മാറ്റലാണ്. അതെ, തീരുമാനം ആവശ്യത്തിനാണ് എടുക്കുന്നത്.
ആവശ്യകതയുടെ കാഠിന്യത്തിനനുസരിച്ച് വളരെ പെട്ടെന്ന് നമ്മൾ ഏറ്റവും ഉചിതമായൊരു തീരുമാനം എടുക്കും. ഇപ്പോൾ ഈ കണ്ണൂരാണെങ്കിലും വടകരയാണെങ്കിലും അക്രമ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൽ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ബോംബ് സ്ഫോടനമുണ്ടായി. പാർട്ടി നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ എതിർ സ്ഥാനാർത്ഥികളും ഇപ്പോൾ BJPയുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് ടീച്ചർക്കൊപ്പമുള്ള ഫോട്ടോ ഉണ്ട്, ഈ പ്രതികളുടെ അല്ലെങ്കിൽ ഇതിൽ ഇരയാക്കപ്പെട്ടവരുടെ ഫോട്ടോ ഉണ്ട്. അതിൽ പാർട്ടി അതിൻ്റെ അഭിപ്രായം പറഞ്ഞു. ഈ എല്ലാ പാർട്ടി അണികളിലും ചിലപ്പോൾ ശരിയല്ലാത്ത സ്വഭാവം കാണിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ പാർട്ടി പ്രത്യേകിച്ച് ഇതൊന്നും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഇവർ ഏതെങ്കിലും കാലം പാർട്ടി അനുഭാവിയായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ പ്രദേശത്തുകാർ പറയുന്നത് പാർട്ടി രീതിക്കനുസരിച്ചല്ലാത്ത പ്രവർത്തനം കണ്ടുകൊണ്ട് ഇവരെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തി എന്നുള്ളതാണ്, മാറ്റി നിർത്തി എന്നുള്ളതാണ്. അവർ CPM മാത്രം ബന്ധപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അവർ പല രീതിയിലുള്ള അങ്ങനെയുള്ളൊരു സംഘം ആളുകളാണ്. അവരുമായിട്ട് പാർട്ടിക്ക് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല പറയാണ്. എൻ്റെ കൂടെയുള്ള ഫോട്ടോ എന്ന് പറയുമ്പോൾ ആരൊക്കെ എവിടെയൊക്കെയോ വെച്ചിട്ട് കല്യാണ വീട്ടിലൊക്കെ പോയാൽ എല്ലാവരും കൂടി വന്ന് ഫോട്ടോ എടുക്കും. അപ്പോൾ ഇതിലേതാണ് നല്ലയാൾ ചീത്തയാൾ നോക്കിയിട്ട് എനിക്ക് നിങ്ങൾ മാറിക്ക് ഇവരെടുക്കട്ടെ എന്ന് പറയാൻ പറ്റുമല്ലോ. അങ്ങനെ എവിടുന്നെങ്കിലും വെച്ച് സന്ദർഭവശാൽ ഇതിലാരെങ്കിലും കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെല്ലാ നേതാക്കന്മാരുടെ കൂടെയും എടുക്കുന്നതാണല്ലോ. ഏതായാലും ഈ സംഭവത്തിൽ പാർട്ടിക്ക് ഒരു പങ്കുമില്ല. മാത്രമല്ല ഈ പറയുന്ന ആളുകൾ ചിലർ പാർട്ടിയോടുള്ളതിനേക്കാൾ ബന്ധം മറ്റു പാർട്ടികളോടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അത് ആരാന്നുള്ള മനസ്സിലായി. ഞങ്ങളുടെ ഇടതുപക്ഷമായിട്ട് അത്ര അടുപ്പമില്ല. പിന്നെ നേരത്തെ ഇടതുപക്ഷമായിട്ട് അനുഭാവികൾ എന്ന നിലയിൽ വന്നപ്പോൾ തന്നെ ഇവരുടെ രീതി ശരിയല്ലാത്തത് കൊണ്ട് പാർട്ടി അടുപ്പിച്ചിട്ടില്ല, അകറ്റി നിർത്തുകയാണ് ചെയ്തത്. ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. പൊതുവെ അക്രമരാഷ്ട്രീയം കുറഞ്ഞു വരുന്നു മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ വടകരയൊക്കെ ആളുകളൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇടപെടാൻ തുടങ്ങിയത് മൊത്തത്തിൽ എല്ലാ പാർട്ടിക്കാരും അങ്ങനെയായി മാറിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഇല്ല, നമ്മൾ അക്രമം കൊണ്ടൊന്നും നേടാൻ സാധിക്കില്ലല്ലോ നമുക്ക്. അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അത് എങ്ങനെയാണ്, ഞങ്ങളാരും അങ്ങോട്ട് പോയിട്ട് ആക്രമിച്ചതല്ല. പലപ്പോഴും നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. CPM നേരെ അക്രമം വന്നപ്പോൾ ചെറുത്ത് നിന്ന അനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങോട്ട് പോയിട്ട് ആക്രമിക്കുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല. ഏതായാലും അടുത്ത കാലത്തായിട്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആശ്വാസജനകമായിട്ടുള്ള കാര്യമാണ്. അതുണ്ടാകാനും പാടില്ല. ടീച്ചറെ എല്ലാവരും ടീച്ചർ അമ്മ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ ഈ ടീച്ചർ അമ്മ എന്ന് പറയുന്നതും അങ്ങനെ വിളിക്കുന്നതിനെ എങ്ങനെയാണ് ടീച്ചർ കാണുന്നത്? ഞാൻ ടീച്ചറെ എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ കുട്ടികൾ ചെറിയ പ്രായക്കാരൻ്റെ മക്കളുടെ പ്രായത്തിലുള്ളവരൊക്കെ എങ്ങനെയാണ് അങ്ങനെ ഒരു പേര് വീണതെന്ന് എനിക്കറിയില്ല. പിന്നെ കുട്ടികളൊക്കെ ചിലപ്പോൾ മുതിർന്നവർ കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുക്കും, ടീച്ചർ അമ്മയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ കാണുമ്പോൾ അവരങ്ങനെ വിളിക്കും. ഞാനതിൽ വേറെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ ഞാനങ്ങനെ വിളിക്കണ്ടെന്ന് പറഞ്ഞാലും അവരത് വിളിക്കാൻ പോവുകയാണ്. വിളിച്ചതുകൊണ്ടായിട്ട് വേറൊരു കുഴപ്പം വരാനുമില്ല. എൻ്റെ മക്കളുടെ എല്ലാം പ്രായത്തിലുള്ളവരും ചെറിയ മക്കളും അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ അതൃപ്തി കാണിക്കാറില്ല. എന്നാൽ എന്നെ ഇങ്ങനെ തന്നെ വിളിക്കണം ഞാൻ ആഗ്രഹിക്കാറുമില്ല. വടകരയിൽ എങ്ങനെയുണ്ട് ഏറ്റവും ഒടുവിൽ ഒരു ട്രെൻഡ് എങ്ങനെ? വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള നല്ല സാഹചര്യമാണ്. ഇത്തവണ എന്തായാലും LDF ജയിക്കും. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും. ശരി, താങ്ക് യു.